എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഞാനിന്ന് ഇവിടെ വന്നിട്ടുള്ളത് പച്ചക്കായും ചെമ്മീനും എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം ഞാനിവിടെ വലിയ 3 പച്ചക്കായാണ് എടുത്തിട്ടുള്ളത്. അത് തൊലി കളയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊലി കളയാം. ഞാൻ കുറച്ചൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെറുതായി അരിഞ്ഞെടുക്കണം. ഇനിയിപ്പോൾ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിനെ നന്നായി കഴുകുക. അതിൻ്റെ കറയൊക്കെ ഉണ്ട്, അപ്പോൾ അതൊന്ന് കഴുകിക്കളയാം. ഇപ്പം ഞാനിത് കഴുകിയെടുത്ത് കുക്കറിലാണ് വെക്കാൻ പോകുന്നത്. ഇത് കഴുകി ഞാൻ കുക്കറിലിടുന്നുണ്ട്. കുക്കറിലിട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ പെട്ടെന്ന് ആവും. ഇനി നമുക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ള കുറച്ച് ചെമ്മീനാണ്, ഉണക്ക ചെമ്മീനാണ്. അപ്പം ഞാൻ കുറച്ച് ഉണക്ക ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇനി അതും ഒന്ന് നന്നായി കഴുകിയെടുക്കാം. ചെമ്മീൻ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. അതും കൂടി കായിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ആവശ്യം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. കുറച്ച് എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി 1 സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കൂടിപ്പോയാലൊന്നും പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോൾ അത് നന്നായി ഒന്ന് കുലുക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഒറ്റ വിസിൽ വന്നാൽ മതി. ഇനിയിപ്പം അതിൻ്റെ കായ് നല്ലോണം വെന്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 2 വട്ടമൊക്കെ വിസിലടിച്ച പ്രശ്നമൊന്നുമില്ല. അപ്പം നമുക്കിവിടെ ഞാൻ 1 വട്ടം വിസിലടിച്ച് അതിൻ്റെ എയർ കളഞ്ഞിട്ടില്ല. അപ്പോൾ എയർ പോകും വരെ ഞാൻ വെച്ചിട്ടുണ്ടായിന്. അത് എടുത്ത് ഞാൻ വെച്ചു. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണയാണ് ആവശ്യം. ഞാൻ കടുക് അങ്ങനെയൊന്നും വറുത്ത് കൂട്ടുന്നില്ല, പച്ച വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതാണ് അതിൻ്റെ ടേസ്റ്റ്. വറുത്ത് കൂട്ടുന്നതിനേക്കാളും നല്ലത് നമ്മൾ ഇതുപോലെ എണ്ണ ഒഴിച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നന്നായി ഇളക്കി കൊടുക്കുക. അതിൽ കുറച്ചും കൂടി ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലോണം വറ്റാൻ പാടില്ല. അപ്പോൾ കുറച്ചും കൂടി വെള്ളം വേണം. അതുകൊണ്ടാണ് കുറച്ചുകൂടി ചേർത്ത് കൊടുത്തത്. ഇനിയിപ്പം വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ കായും ചെമ്മീനും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് വറ്റയായിട്ട് വേണം, ഇല്ലെങ്കിൽ അത് നമ്മൾ ഈ ചൂടാറുമ്പം തന്നെ അത് ഒരുപാട് വെള്ളമൊക്കെ വറ്റിപ്പോയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് കുറച്ചുകൂടി വെള്ളം ചേർത്തത്. ഇവിടെ ആദ്യമായിട്ട് ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.